ഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. തദനു ദേവഭവാനഖിലേശ്വരോ വസുമതീ പരിപാലനലോലുപ അനുവരാഹ ശിശൂൻവിധി നാസികാ വിവരത സഹസാ നിരഗാത് പ്രഭോ. അതെ, അങ്ങനെ പല പല രൂപങ്ങളും പല പല ഭാവത്തിലും പല പല അവതാരം എടുത്ത ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ കഥ നമുക്ക് വർണ്ണിക്കാം, ആവും പോലെ വർണ്ണിക്കാം. അതിന് കിട്ടുന്ന പരമാനന്ദം വേറെ ഒന്നിനും കിട്ടൂല. ഒരനുഭവം വേറെ ഇല്ല അതുപോലുള്ളത്. നമ്മൾ ഇന്നലെ ആ പൊന്നുണ്ണിക്കണ്ണനെ കൊണ്ട് പോയി യശോദയുടെ തൽപ്പത്തിൽ കിടത്തി. അവിടെ കിടക്കുന്ന ആ ചെന്താമര പുഷ്പത്തിനടുത്ത് തിരിഞ്ഞു നോക്കാതെ വസുദേവർ വരികയാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കലും കൂടെ തിരിഞ്ഞു നോക്കിയെന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു മുറിയിൽ നന്ദഗോപൻ ഇരുന്നിട്ട് മയങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. എല്ലാം ഭഗവാൻ നിശ്ചയം എന്ന് വിചാരിച്ചിട്ട് വസുദേവർ യോഗമായുമായി മധുരയിലേക്ക് നടന്നു. വഴിയിൽ താമസിച്ചില്ല. കാലുകൾക്ക് പറക്കുന്ന വേഗതയായിരുന്നു. നടക്കുകയല്ല, പറക്കുകയായിരുന്നു അദ്ദേഹം. വഴികൾ കടന്നതും തണുത്ത കാറ്റ് ഞരമ്പുകൾക്ക് തണുപ്പ് നൽകിയതും വസുദേവർ അറിഞ്ഞതേയില്ല. പെട്ടെന്ന് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയല്ലോ. ആകാശം ഇരുണ്ടു. കാർമേഘം ചിറക് വെച്ചെത്തി തുടങ്ങി. കുഞ്ഞും താനും നനഞ്ഞെന്നിട്ട് കിടാവ് കരഞ്ഞില്ല. ആരാത് കരയാൻ? മഹാദേവിയല്ലല്ലോ, യോഗമായ ദേവി. കരയോ? വസുദേവർ നദി കടന്നത് അറിഞ്ഞില്ല. വഴി പിന്നിട്ട് തോർത്തില്ല. കാവൽക്കാർ ഉണരും മുമ്പ് മധുരയിൽ എത്തണതായിരുന്നു മനസ്സിൽ അദ്ദേഹത്തിൻ്റെ. നദിയല്ല എങ്ങനെ കടന്നിന് അദ്ദേഹത്തിന് അറിയുന്നില്ല. അല്ല ഈ കയ്യിൽ കിടക്കുന്ന യോഗമായൊരു ശക്തിയല്ലേ. അങ്ങനെ എന്തിനിങ്ങനെ മഴ നനക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ചിന്തകൾക്ക് ചിറക് വെച്ച സമയത്ത് വേഗം 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 നടന്നു. അങ്ങനെ മധുരയെ സമീപിച്ചുകൊണ്ടേയിരുന്നു. പോയ നിമിഷം മുതൽ ദേവകി പ്രാർത്ഥിക്കുകയായിരുന്നു. മനസ്സുരുകിയാണ് പ്രാർത്ഥിച്ചത്. ദേവകി ഇടക്കിടക്ക് കണ്ണുകൾ നനഞ്ഞും കൊണ്ടേയിരുന്നു. ആഹ്ലാദം കൊണ്ടോ വിഷാദം കൊണ്ടോ ഒന്നും അറിയുന്നില്ല അവർക്ക്. അങ്ങനെ സമയം കടന്നുപോയതും അവരറിഞ്ഞില്ല. അപശകുനങ്ങളായി ചുറ്റും കിടക്കുന്നവർ ഉണരും മുമ്പ് ഭർത്താവ് എത്തും, സംശയിക്കാനേയില്ല. ആ വിശ്വാസം അവരിൽ വേവലാതി കുറച്ചുവെങ്കിലും സൂതികർമ്മിണികൾ ഞരങ്ങുമ്പോൾ ദേവകി ഞെട്ടു. പെട്ടെന്ന് പുറത്തൊരു കാൽപ്പെരുമാറ്റം കേട്ടു. ദേവകി ശ്രദ്ധിച്ചു. വസുദേവർ അകത്തേക്ക് വന്നു. നനഞ്ഞിട്ടുണ്ട്. പുതപ്പ് അരികിൽ വെച്ച് വസുദേവർ പറഞ്ഞു, നോക്ക്, കുഞ്ഞാണോ പെണ്ണോ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ദേവകി നോക്കി. പെണ്ണ് തന്നെ. എന്നാൽ പിന്നെ കിടന്നോളൂ, എല്ലാം ദൈവത്തിൻ്റെ നിശ്ചയമാണ് എന്നും പറഞ്ഞ് ദേവകി കട്ടിലിൽ കിടന്നു. കാലിലും കരത്തിലും ചങ്ങലകൾ മൂടി. അറിയാതെ വന്നതുപോലെ കൊളത്തി. വസുദേവരുമേ താസ്ഥാനത്ത് പോയി കിടന്നു. ചങ്ങലകൾ സ്വയം ബന്ധിതമായി. വാതിലുകളും ചങ്ങലകൾ ബന്ധിച്ചു പഴയ മട്ടായി. എല്ലാം മുമ്പേ ഉണ്ടായ പോലെ. ആ ഭഗവാന്റെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഒരു കളി കണ്ടില്ലേ. പിന്നെ കൂട്ടിനുള്ളത് അനിയത്തിയല്ലേ യോഗമായ. രണ്ടുപേരും കൂടി ഒരു മായക്കളി കളിച്ചു അവിടെ. പെട്ടെന്ന് കുഞ്ഞ് കരയാൻ തുടങ്ങി. എല്ലാവരും ഞെട്ടി ഉണർന്നു. ധാത്രികളും സൂതികളും പരിഭ്രമിച്ചു. ചിലർ വാതിലിലെ കൂടി കാവൽക്കാരെ വരം ധരിപ്പിച്ചു. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ശക്തമായി. അട്ടഹസിക്കൂലേ ദേവി, ദേഷ്യം വന്നാലേ. അത്തമാതിരി കരഞ്ഞു. ദേവിയുടെ സൂതികാലം ശബ്ദായമാനമായി. കാവൽക്കാർ ഉണർന്നെഴുന്നേറ്റവാടെ കംസനെ വിവരം ധരിപ്പിച്ചു. വിവരത്തിന് കാത്തിരുന്ന കംസൻ പറന്നെത്തി. കംസന്റെ കിരീടം ഉണ്ടോ, ഉടുത്ത വസ്ത്രം ശരീരത്തിലുണ്ടോ ഒന്നും നോക്കുന്നില്ല കംസൻ. വാളും എടുത്തിട്ട് ചാടി വന്നു. ഉദ്യോഗവിഷനായ കംസൻ ദേവിയുടെ സമീപം വന്നു. അവൻ അലറി ചോദിച്ചു, അവനെ വിട്ടേ, എൻ്റെ അന്തക്കനെ വിട്ടേ, അവനെ ഞാൻ ഇപ്പം പിച്ചീന്തു. അപ്പൊ വസുദേവർ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, പെൺകുട്ടിയാണ്. പെൺകുട്ടിയോ? വിശ്വാസം വരാതെ കംസൻ കുഞ്ഞിന്റെ ശരീരത്തിലെ മുഖം താഴ്ത്തി. ദേവകി കുഞ്ഞിനെടുത്ത് മടിയിൽ വെച്ചു. അവർ സൗമ്യമായി പറഞ്ഞു, ജ്യേഷ്ഠ, ഇതിനെ കൊല്ലരുത്, ഇത് പെൺകുഞ്ഞല്ലേ. ഒരു പെണ്ണിനെ അവിടത്തോട് എന്ത് കാട്ടാനാവും? സാധുവായ എൻ്റെ ആഗ്രഹത്തിടമ്പാണ്. ഇതിനെ 7 പ്രസവിച്ചില്ലേ ജ്യേഷ്ഠ. ഈ ഒരെണ്ണത്തിനെങ്കിലും ഞാൻ വളർത്തിക്കൊള്ളട്ടെ. അശരീരെല്ലാം മറിച്ചായിരിക്കുന്നു. നിന്ദ്യമായ സ്ത്രീവധം അങ്ങ് ചെയ്യരുത് ജ്യേഷ്ഠ.
എല്ലാ കാലത്തിലും സത്യമല്ലെന്നല്ലേ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു ദേവകി. പാപം. അപ്പം ഈ ദേവകി പറയുന്നതൊന്നും ഇയാൾ കേട്ടിട്ടില്ലോ എന്നറിയുന്നില്ല. തടുത്തു നിർത്താനാവാത്ത മലവെള്ളപ്പാച്ചിൽ പോലെ കുഞ്ഞിന് ദേവിയുടെ കയ്യിൽ നിന്നും വലിച്ചെടുത്തു. വേഗം പുറത്തേക്ക് നടന്നു. കാൽ കുഴക്ക് പിടിച്ചു. തല കീഴാക്കി കുട്ടിയുമായി കംസൻ പഴയ വട്ടശിലയുടെ മുമ്പിൽ എത്തി. പൂതനയും സുഹൃത്തുക്കളും ആനന്ദത്തോടെ ആ രംഗം കാണുവാൻ ഓടിയെത്തി. ദേവിയുടെ രോദനം അപ്പോഴും ആ സ്ഥലത്തേക്ക് വന്നെത്തിക്കൊണ്ടേയിരുന്നു. ചങ്ങലരുള്ളിലല്ലേ, ചങ്ങല കെട്ടില്ലല്ലേ അവിടുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന ദേവകി. കംസൻ ആക്രോശിച്ചു. എല്ലാം കള്ളപ്പൂ, എന്നെ അശരീരം കൊണ്ട് ദേവന്മാർ നിന്ദിച്ചിരിക്കുന്നു. സർവനാശമേ ഞാൻ വരുത്തൂ. അറിയില്ല എന്നെ, കംസനെ അറിയില്ല വെക്കുന്നു. അലറിക്കൊണ്ട് കംസൻ കുഞ്ഞിനെ വട്ടിച്ചുഴറ്റും പോലെ കറക്കി വട്ടശിലയിൽ ആഞ്ഞടിക്കുവാൻ മുതിർന്നു. അതാ പെട്ടെന്ന് ഒരു നിമിഷം അത്ഭുതം സംഭവിച്ചു. എല്ലാവരും അതിശയിച്ചു നോക്കി. ഒരഗ്നിജ്വാല പോലെ കുഞ്ഞ് കാൽ വഴുതി ആകാശത്തേക്ക് ഉയർന്നു. പിന്നല്ല, 8 കരങ്ങളോടും വില്ല്, ശൂലം, ബാണം, പരിച, വാള്, ശംഖ്, ചക്രം, ഗദ തുടങ്ങിയ ആയുധങ്ങളോടും പ്രഭാത സൂര്യനെ പോലെ ശോഭിക്കുന്ന യോഗമായ ആകാശത്ത് ഇളങ്ങി. തെല്ല് ഭയന്നു പോയി കംസൻ. അങ്ങനെ വിസ്മയസ്തബ്ധനായി നിൽക്കുന്ന കംസനോട് ഗംഭീരമായ സ്വരത്തിൽ ദേവി പറഞ്ഞു. ദുരാചാരനായ കംസ, എന്തിനീ അധർമ്മം സ്ത്രീകളിൽ തുടരുന്നു നീ? നിന്നെ വധിക്കുന്നതിനെ വിരാട് പുരുഷൻ പരിപൂർണനായി അവതരിച്ചു കഴിഞ്ഞു. സമയവും സത്യവും തെറ്റിയിട്ടില്ല. ആവുമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂന്ന് പറഞ്ഞു ദേവി. സുന്ദരവും വ്യക്തവുമായ ആ ഭീരുക്കൾ ആകാശമധ്യത്തിൽ നിന്നു. ഊർന്നു വരുന്നതായും ദിക്കുകളിൽ തട്ടി അനവധി പ്രാവശ്യം പ്രതിധ്വനിക്കുന്നതായും കംസന് തോന്നി. ചെവി പൊത്തിക്കൊണ്ട് കംസൻ ആകാശത്തേക്ക് നോക്കി. നീല നിറം നിറയെ അരുണവർണ്ണം, അസ്തമയ സൂര്യൻ ചോര പൊതിഞ്ഞു നിൽക്കും പോലെ. എവിടെയാ കുഞ്ഞു? ഇല്ല, ആ സ്ഥലത്ത് ആരുമില്ല. ഇപ്പം ആകാശത്ത് പോയിട്ട് കണ്ടില്ലേ മഹാമായന? ഇപ്പം അവിടെ കാണുന്നില്ല. അവിടെ മഹാമായുമില്ല, യോഗമായുമില്ല, ആരുമില്ല. അവിടെ നിന്നൊരു മായ അമോഹിതരാക്കിയതിന് ശേഷം ദേവി വിന്ധ്യാചലത്തിലേക്ക് വിടകൊണ്ടു. കംസൻ തളർന്നുപോയി. പ്രതീക്ഷകൾ തകർന്നുപോയി. ചിന്തിച്ചതിന് വിരുദ്ധമായി സംഭവിച്ചു. ഗ്ലാനി വളർന്നു. കംസൻ വിയർത്തു. അത് കണ്ട പൂതനയും സുഹൃത്തുക്കളും അടുത്തു വന്നു. പൂതന കംസനെ ആശ്വസിപ്പിച്ചു. ആ നുണയൻ നാരദൻ വെറുതെ പറഞ്ഞതാകാം. അശരീരി തോന്നലുമാവാം. വിഷാദിക്കരുത്. അങ്ങ് വരൂ, സ്വസ്ഥനായിരിക്കൂ. ദേവപ്രഭൃതികളെപ്പോലും ജയിച്ച ജരാസന്ധൻ സുഹൃത്തായ അങ്ങേ ജയിക്കുവാൻ ആർക്ക് കഴിയും? പൂതനയുടെ വാക്കുകൾ ശരിയെന്ന് കംസൻ. വെറും വിഡ്ഢിയാണി കംസൻ. ഒരാൾ ഓരോന്ന് പറയുമ്പോൾ കംസൻ അത് ശരിവെക്കും. ഈ പൂതന പറഞ്ഞത് ശരിവെച്ചു. ദേവകിയുടെയും വസുദേവരുടെയും ചങ്ങലകൾ അഴിക്കൂ, അവരെ സ്വതന്ത്രരാക്കൂ. അങ്ങനൊരു ഇത് കൊടുത്തു ഭൃത്യന്മാർക്ക്. ഭടന്മാരുടനെ അവരെ സ്വതന്ത്രരാക്കി. വസുദേവരോടും ദേവകിയോടും കംസൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, തെറ്റ് ചെയ്തു പോയി. സഹോദരി, ശപിക്കരുത് കേട്ടോ. മരണഭയമേറിയപ്പോൾ മറ്റൊന്നും തോന്നിയില്ല. എല്ലാം അനുഷ്ഠിച്ചു. ക്രൂരമാണെന്നറിയാം. നിങ്ങൾ സ്വതന്ത്രരാണ്. കൊട്ടാരത്തിൽ പോയി സുഖമായി വസിക്കൂ. കാലം എല്ലാ ദുഃഖവും അകറ്റും. ജനിച്ചാൽ മരണമുണ്ട് എന്നെല്ലാം പറഞ്ഞ കുറെ തത്വങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും കംസൻ. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും എന്നെല്ലാം പറഞ്ഞിട്ടൊരു പ്രഭാഷണങ്ങളുണ്ട് കംസന്റെ. മായാദേവിയുടെ വാക്കുകൾ വെള്ളിടിയായി പിന്നെയും മനസ്സിൽ വന്ന് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്കൊന്ന് അമ്പാടിയിലേക്ക് പോയാലോ? അവിടുത്തെ ആ കുസൃതിക്കുട്ടനെ ഒന്ന് കാണണ്ടേ നമുക്ക്? പ്രായമേറെ ചെന്നതിന് ശേഷമാണല്ലോ യശോദ ഗർഭം ധരിച്ചത്. അതുകൊണ്ട് തന്നെ നന്ദന്റെ ഭവനത്തിൽ സുഖാന്വേഷണങ്ങളുമായി ബന്ധുക്കളും സുഹൃത്തുക്കളും നിത്യവും ധാരാളം എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും നാവിൻ തുമ്പിൽ ആ വാർത്ത നൊട്ടേ നുണഞ്ഞു. നന്ദനൊരു കുട്ടി പിറന്നേ, നന്ദനൊരു കുട്ടി പിറന്നേ. യശോദക്ക് ഓരോ ദിവസവും ക്ഷീണം കൂടി വരികയായിരുന്നു. അഷ്ടമിയുടെ അന്ന് മഴയും തണുപ്പുമേറെ. സന്ധ്യ കഴിഞ്ഞപ്പോൾ വല്ലാതെ അസ്വസ്ഥത തോന്നി. നടക്കുവാനും ഇരിക്കുവാനും വിഷമമുണ്ട്. രോഹിണി അടുത്തുണ്ടായിരുന്നു. വിവരം മോഹിച്ച അയൽക്കാരിൽ മുതിർന്ന സ്ത്രീകളും എത്തി. എന്തോ ഒരു കയ്യാണ്ടുണ്ട് യശോദക്ക് പറഞ്ഞിട്ട് എല്ലാവരും വന്നു. മഴയും തണുപ്പും കൂടി വന്നു. യശോദ കിടന്നു. ആദ്യം അനുഭവപ്പെട്ട വിഷമം ഇപ്പോഴില്ലതാനും. യശോദയുടെ മനസ്സിൽ ഭയമില്ലായിരുന്നു, ആഹ്ലാദമാണ് ഉണ്ടായിരുന്നത്. എത്ര നാളത്തെ പ്രാർത്ഥനയുടെ ഫലമാണിത്.
ഒരു കുഞ്ഞിൻ്റെ മുഖം കാണുക. ഏതമ്മയാണ് അതിൽ സന്തോഷിക്കാത്തത്? യശോദ എന്ന് പ്രസവിക്കും മകളെ, ഭഗവാനെ ധ്യാനിക്കൂ, എല്ലാം ശുഭമായി വരുന്ന വൃദ്ധ സ്ത്രീകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യശോദക്ക് ഇപ്പം ഇവിടെ വന്നിട്ടാ, പ്രസവം നടന്നിട്ട് അതിന് മുമ്പേ ഇവിടുത്തെ കഥയാണ് ഈ പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വൃദ്ധ സ്ത്രീകൾ. ക്ഷീണിതയായ യശോദ പുഞ്ചിരിച്ചു. തണുപ്പ് കൊണ്ടായിരിക്കും അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങിപ്പോയി. സമയം എത്ര കഴിഞ്ഞുവെന്നറിയില്ല. രോഹിണിയാണ് ആദ്യം ഉണർന്നത്. യശോദ പ്രസവിച്ചിരിക്കുന്നു. ആലസ്യത്തിലാണ്ട് ഗോപാലിക ഉറങ്ങുകയാണ്. ആ പ്രസവ വേദന വരെ ശരിക്കും പറഞ്ഞ യശോദ അനുഭവിച്ചിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രോഹിണി ചാടി എഴുന്നേറ്റു. അവൾ കുഞ്ഞിനെ നോക്കി. കരവും കാലുമുകളും ലീലയായി ഇളക്കി വിരലുകൾ കൂട്ടിപ്പിടിച്ച് കണ്ണ് തുറന്ന് കിടക്കുകയാണ് കുട്ടി. ആ മിടുക്കൻ. രോഹിണി ദീപം തെളിച്ചു. ആൺകുട്ടി. യശോദേ, യശോദേ, രോഹിണി വിളിച്ചു. യശോദ തളർന്നുറങ്ങുകയാണ്. പക്ഷേ ആ വിളി കേട്ടു. മറ്റുള്ളവരും ഉണർന്നു. അവർ കുഞ്ഞിനെ എടുത്തിരുന്ന രോഹിണിയെ കണ്ടു. യശോദ പാപം തളർന്നുറങ്ങുകയാവും. ഉണർത്തണ്ട, വേദന ഏറെ തിന്നതല്ലേ, ഉറങ്ങിക്കഴിയുമ്പോൾ ക്ഷീണം കുറയും, പ്രായമേറെയായിട്ടുള്ള പ്രസവമല്ലേ, ഇങ്ങനെയല്ല ഓരോരാൾ പറയുന്നു. കുഞ്ഞിനെ തുടച്ച് വൃത്തിയാക്ക്, നന്ദഗോപരെയും വിവരം അറിയിക്ക്. അപ്പൊ കുളിപ്പിക്കണ്ടേ? തുടക്കല. ഒരാൾ നന്ദന്റെ അടുത്തേക്ക് ചെന്ന് വിവരം ഉണർത്തിച്ചു. ആഹ്ലാദത്തോടെ നന്ദൻ തത്രപ്പെട്ട് എഴുന്നേറ്റു. കണ്ണു തിരുമ്മി. മകന്റെ മുമ്പിലെത്തി. പുത്രനെ കണ്ടു. പിതാവിന്റെ അനിർവചനീയമായ ഒരു ആനന്ദം ബാഷ്പബിന്ദുക്കളാൽ നന്ദഗോപനിൽ തെളിഞ്ഞു കണ്ടു. നന്ദന് ആനന്ദാശ്രു. ക്ഷീണിത യശോദ അല്പം കൂടെ കഴിഞ്ഞാണ് ഉണർന്നത്. അവൾ അവശ്യായി ചെരിഞ്ഞു കിടന്നു. പെട്ടെന്നെന്തോ ബോധ്യം വന്നതുപോലെ യശോദ എഴുന്നേറ്റു. രോഹിണി കുഞ്ഞിനെ അവളുടെ പക്കൽ ഏൽപ്പിച്ചു. മുല കൊടുക്കൂ, അവൻ്റെ ചുണ്ട് ഉണങ്ങുന്നുണ്ട്. ഇപ്പൊ പാല് വരാനായോ? 3 ദിവസം കഴിയാതെ പാലും വരൂല. ആനന്ദത്തിന് മികയായുള്ള തിരയിളക്കം യശോദയിൽ കണ്ടു. അവർ കുഞ്ഞിനെ നോക്കിയിരുന്നു. എന്തൊരു കാന്തിയാണ് ആ വദനത്തിന്! പാലസൂര്യൻ പ്രകാശിക്കുന്നത് പോലെ, പാലാഴിയിലെ പൗർണമി പോലെ. യശോദ പറഞ്ഞു. വേദന വന്നത് ഞാൻ ഓർക്കുന്നു, പിന്നെ ഒന്നും അറിയുവാൻ കഴിയുന്നില്ല. എന്താണ് ഉണ്ടായത്? ഇവന്റെ പിതാവിനെ അറിയിച്ചോ? നന്ദൻ അപ്പോൾ അടുത്തെത്തി. നമ്മുടെ മോൻ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് നൽകാവുന്ന ഏറ്റവും വലിയ സ്നേഹോപഹാരം, മറ്റെന്തും ഇതിന് താഴെയാണ്. യശോദ കുഞ്ഞിനെ നന്ദഗോപന്റെ നേരെ നീട്ടി. ആനന്ദത്തോടെ വാങ്ങി നന്ദൻ മുത്തം നൽകി. പ്രഭാതം വിടർന്നു. പൂർണ്ണമായി വിടർന്ന യശോദയുടെ കണ്ണിൽ കുഞ്ഞു സൂര്യൻ ഉദിച്ചു നിന്നു. മഴ തോർന്നു. പുല്ലാനിത്തുഞ്ചുകളിൽ മഴത്തുള്ളികൾ പറ്റി നിന്നു. മാരിവില്ലുകൾ കളഭമെഴുതി കടന്നുപോയി. മഴക്കാലം തന്നെ. ചിങ്ങമാസത്തിൽ എന്താ ഇങ്ങനെ മഴ? രാവിലെ തന്നെ നന്ദന് കുട്ടി പിറന്നവരെല്ലാവരും അറിഞ്ഞു. ആനന്ദത്തിൽ അമ്പാടി ആറാടി. അതിയാഘോഷം ദോഷത്തിന് ഇടവരുത്തുമെന്ന് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ആനന്ദം അഹങ്കാരത്തിലായില്ല. അവർക്കറിയാം അതി എന്ന് വെച്ചാൽ അത് അപകടമാണെന്ന്. അതുകൊണ്ട് അവരതി ഇനി നിന്നില്ല. പക്ഷെ അവർ കാലുകളെ കുളിപ്പിച്ചു, വീടുകൾ മെഴുകി വൃത്തിയാക്കി, കുരുത്തോല കൊണ്ട് വർണ്ണക്കുടകൾ തീർത്തു. ഉപഹാരങ്ങളുമായി എല്ലാവരും നന്ദന്റെ ഭവനത്തിലേക്ക് നടന്നു. എല്ലാവരും മനസ്സിൽ പറഞ്ഞു, ആരും കരുതിയതല്ല കേട്ടോ, പ്രായമായ കാലത്ത് നന്ദനെ കുട്ടി പിറക്കുമെന്ന്. എല്ലാം സർവേശ്വരന്റെ വിലാസം തന്നെ എന്നിവർ പറയുന്നു. കുട്ടിയെ കാണുന്ന സ്ത്രീകൾ തിക്കിത്തിരക്കി. വീടുകളിൽ അന്ന് കാച്ചിയ പാലും തൈരും വെണ്ണയും സൗജന്യമായി നൽകി. അപ്പൊ ഗുരുവായൂരമ്പലത്തിൽ ഇല്ലതുപോലെ നിയന്ത്രിക്കാൻ ആൾക്കാരെയൊക്കെ ആക്കി അവിടെ. ലൈനായിട്ട് പോകണം, ആരും തിക്കിത്തിരക്കി പോലെ എന്നൊക്കെ പറഞ്ഞിട്ടേ ആൾക്കാരവിടെ ഇങ്ങനെ. വൃദ്ധര നന്ദനെ അനുമോദിച്ചു. നീ ഭാഗ്യവാനാണ്, നമ്മുടെ രക്ഷകനാണ് ഇവൻ. ആ മുഖത്തെ ഭാവം കണ്ടോ നീ? ആണ് തേടിത്തരും. കാത്തിരിപ്പിന് പ്രയോജനവും ഉണ്ടായി. നന്ദിസൂചകമായി നന്ദൻ ചിരിച്ചു. നന്ദൻ പിന്നെ എന്ത് വേണ്ടത്? വയസ്സായവർ പറയുമ്പോൾ ഒന്ന് ചിരിച്ചു. പക്ഷെ അനുഭവിച്ച വേദനകൾ ഓർക്കുമ്പോൾ ഇന്ന് ലജ്ജ തോന്നുന്നു. സ്ത്രീകൾ പിന്നാമ്പുറത്തിരുന്ന് പറഞ്ഞു, എന്തൊരൈശ്വര്യമാണ് ആ മുഖത്ത്, ഒരവയവത്തിനും കുറ്റം പറയാനുമില്ല. നാൻമുഖൻ ശ്രമിച്ചിരുന്ന് പൂർണ്ണത വരുത്തിയതുപോലുണ്ട്. കണ്ണാണെങ്കിൽ ചെന്താമരപ്പൂവിൻ്റെ തളം പോലെ, മൂക്കാണെങ്കിൽ തുമ്പപ്പൂ പോലെ, എള്ളിൻ്റെ പൂ പോലെ മൂക്ക്, നെറ്റിത്തളാണ് പഞ്ചമിചന്ദ്രനെ പോലെ. നോക്കൂ, ആ ചുണ്ടാന്ന് ചെന്തൊണ്ടിപ്പഴം എടുത്ത് വെച്ചതുപോലെയുണ്ട്. എന്തൊരു സൗന്ദര്യം!
ചുരുള മുടി നോക്ക്, ചുരുള മുടി ഇത്ര പ്രസവിക്കുമ്പോഴേ ഇങ്ങനെ ചുരുള മുടിയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അത് നോക്ക്, ഇങ്ങനെ ഓരോരു ഭാഗം ഒരാൾ വർണ്ണിച്ചുകൊണ്ടേയിരുന്നു. കാണുന്നവർക്കൊക്കെ ആഹ്ലാദം ആനന്ദം പകർന്നുകൊണ്ട് അവൻ പുഞ്ചിരിച്ചു. ഹൃദയത്തിൽ അവനെ കണ്ടവർക്ക് ആഹ്ലാദം വർദ്ധിച്ചു. നന്ദൻ പുത്രനുണ്ടായ സന്തോഷം കൊണ്ട് വന്നവർക്ക് എല്ലാം സമ്മാനം കൊടുത്തു. പെണ്ണുങ്ങളടക്കം പറഞ്ഞു, കുഞ്ഞ് കറുത്തതാണ് കേട്ടോ. ഒരാൾ, കുഞ്ഞ് കറുത്തതാണ് കേട്ടോ. അപ്പം അടുത്ത ആൾ, കറുപ്പിന് ഏഴഴകാണ് കേട്ടോ. ഒരുവള്, കറുപ്പല്ല കായാമ്പൂവിൻ്റെ ശോഭയല്ലേ കുഞ്ഞിന്. അടുത്തവള്, ആകാശ നീലിമല്ലേ കുഞ്ഞിന്. വേറൊരാൾ, നന്ദഗോപന്റെ യശോദയുടെയും ഭാഗ്യം തന്നെ. സനൽകുമാരൻ, കപിലൻ, ശുകൻ, വ്യാസൻ, ഹംസൻ, ദത്താത്രേയൻ, പുലസ്ത്യൻ തുടങ്ങിയ മഹർഷി പൊങ്കന്മാർ ഗോകുലത്തിലെത്തി കുഞ്ഞിനെ കണ്ടു. മഹർഷിമാരൊക്കെ വന്ന് കുഞ്ഞിനെ കണ്ടു. ഇവിടെ ഇരിക്കുന്നത് വിരാട് പുരുഷനായ കുഞ്ഞാണെന്ന് അവർക്കൊക്കെ അറിയില്ലേ. ഗോപാലവേഷത്തിലാണ് അവൻ പിറന്നത്. കുട്ടിക്കും മഹർഷിമാർക്കും പരസ്പരം മനസ്സിലായി. ആചാരങ്ങൾ യഥാവിധി മനസ്സുകൊണ്ട് നടക്കുകയും ചെയ്തു. മഹാദേവനും ഉമാസമേതനായി വന്നെത്തി. ഇവൻ ഇന്ദ്രാണിയോടൊപ്പം ഇന്ദ്രാണിയോടൊപ്പം ഐരാവതത്തിൽ അണഞ്ഞു. ദേവേന്ദ്രൻ ഓത്തിൻപുറത്ത് യമനോത്തി. എന്തിന് യമനെല്ലാം വന്നിനിപ്പോടാ. വന്ദനമോദി മാനിൽ കയറി ചന്ദ്രനും വന്നു. പുഷ്പകാരൂഢനായി വൈശ്രവണനും വന്നെത്തി. ചന്ദ്രനൊക്കെ പറയാൻ എന്തൊരു മാത്രം. എൻ്റെ വംശത്തിലാണ് ജനിച്ചത്, ചന്ദ്രവംശത്തിലല്ലേ ഭഗവാൻ. നോക്കൂ നോക്കൂ ഒക്കെ പറഞ്ഞിട്ട്, രോഹിണി നക്ഷത്രമാണ് എൻ്റെ പത്നിയുടെ നക്ഷത്രമാണ്, എൻ്റെ പത്നിയുടെ പേരിലെ നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രനൊക്കെ സന്തോഷം പറഞ്ഞറിയിക്കാനാവുന്നില്ല. അങ്ങനെ വൈശ്രവണനും വന്നു. ഭൂമി അടക്കം എല്ലാ മാതാക്കളും എത്തി. പരിപൂർണതമനായ ബാലഗോപാലനെ കണ്ട് ഹർഷപുളകിതരായ ദേവന്മാരും ഋഷിമാരും സിദ്ധചാരണന്മാരും ഗന്ധർവ കിന്നരന്മാരും സ്തുതിഗീതങ്ങൾ പാടി പ്രപഞ്ചത്തിന് ആനന്ദം തുടിച്ചു നിന്നു. ഇതൊന്നും വിദ്യാസുരനായ കംസൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ അവിടെ നടക്കാൻ പോകുന്നുണ്ട് ഗൂഢാലോചന. ഭവനത്തിലെത്തിയ കംസനൊന്നും ഉറക്കമുണ്ടായില്ല. ഹംസത്തിന്റെ തൂവൽ കൊണ്ട് തീർത്ത മഞ്ചത്തിൽ കിടന്നിട്ട് ഉഷ്ണിച്ചു. മനസ്സ് അടക്കം കിട്ടാതെ പാഞ്ഞു. ഓർമ്മകൾ കലിച്ചു. എവിടെയോ ദുർപിശാചുക്കൾ ഊരിയിടുന്നത് പോലെ തോന്നി കംസന്. കംസൻ മുറിയിൽ സ്വസ്ഥത കിട്ടാതെ മനസ്സുമായി ഉലാത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കിടക്കയിൽ കിടന്നിട്ട് ഉറക്കൊന്നും വരുന്നില്ല. അശരീരി ശരിയല്ലാതെ വരുമോ? ഒരിക്കലുമില്ല. പക്ഷെ ദേവകിയുടെ 8ാമത്തെ കുട്ടി പെണ്ണ് തന്നെ ആയിരിക്കുന്നു. അവൾ പറഞ്ഞത് തൻ്റെ അന്തകൻ ജനിച്ചു എന്ന് തന്നെയാണ്. എങ്കിൽ അത് മധുരയിലോ പരിസരത്തോ ആവാതെ തരമില്ലല്ലോ. അങ്ങനെ വന്നാൽ ആലോചന അവിടെ വഴിമുട്ടി നിന്നു കംസന്റെ. ചിന്ത എങ്ങനെ ഉതിർത്തിട്ടും എവിടെയോ ഇരുട്ടിൽ അവസാനിക്കുന്നു. അപ്പോഴാണ് ഒരാശയം കംസന്റെ മസ്തിഷ്കത്തിൽ ഊർന്നു വന്നത്. മറ്റൊന്നുമല്ല അത്. എന്താ? മധുരയിലും പരിസരത്തുമുള്ള ശിശുക്കളെ കൊല്ലുക, അതാണ് യോഗ്യം. അതിൽ തൻ്റെ അന്തകനും വരും. ചിന്തയുടെ സുഖമോർത്ത് അനന്ത പരവശനായ കംസൻ ഉടൻ തന്നെ പൂതനയെ വരുത്തി. എന്നിട്ടും കിടന്നുറങ്ങാന്നല്ല വിചാരിക്കുന്നു. കംസനെ കണ്ട പൂതന തല വണങ്ങി. സ്വാമി എന്നെ വിളിച്ചായിരുന്നു? അതെ, നീ എൻ്റെ വിശ്വസ്തയാണ്. അടിയൻ ഭാഗ്യവതിയായി സ്വാമി. പൂതനെ, അശരീരി വെറുതെ ആവില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മാത്രമല്ല ആ മായക്കാരി പറഞ്ഞതും സത്യമാകാം. നമ്മുടെ അന്തകനാകാൻ പിറന്ന ശിശു മധുരയിലോ പരിസരത്തോ ഉണ്ടാകാൻ ഇടയുണ്ട്. അങ്ങനെയെങ്കിൽ അത് വളരരുത് സ്വാമി. നല്ല ആശയമാണല്ലോ ഇത്. പക്ഷേ ആ ദുഷ്ട ശിശുവിനെ എങ്ങനെ തിരിച്ചറിയാം? കംസൻ പറഞ്ഞു, അത് ശരിയാണ്. അതുകൊണ്ടൊന്നേ കരണീയമായുള്ളൂ. മധുരയിലും പരിസരത്തും 10 ദിവസത്തിനു മുമ്പ് ജനിച്ചിട്ടുള്ള സകല കുഞ്ഞുങ്ങളെ നശിപ്പിക്കുക. പരമാനന്ദ സുഖം. ആനന്ദത്തോടെ പൂതന പറഞ്ഞു, മഹാരാജൻ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോലി തന്നെ അങ്ങ് തന്നത്. ഞാൻ ഈ കർത്തവ്യം ഭംഗിയായി നിർവഹിക്കാം. കമ്മിറ്റിയിലത്തെ ഒരു വനിതാ മെമ്പറേ ഉള്ളൂ കമ്മിറ്റിയിൽ. കംസൻ ആനന്ദമായി. അപ്പോഴൊക്കെ നേരം പുലർന്നിരുന്നു. ഏൽപ്പിച്ച ജോലി നിർവഹിക്കുവാൻ പൂതന പുറത്തേക്ക് പോയി. കംസൻ സ്വയം പറഞ്ഞു, എൻ്റെ അന്തകൻ, അവൻ ശിശുവായിരിക്കുമ്പോൾ തന്നെ മരിക്കും. പൂതന സമർത്ഥയാണ്. അവളെ കബളിപ്പിക്കാൻ ആർക്കും കഴിയില്ല. എല്ലാം സ്വസ്ഥമായെന്ന് കരുതി കംസൻ സമാധാനിച്ചു.
ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ഗോകുലത്തിൽ എന്താ നടക്കുന്ന നോക്കണ്ടേ നമുക്ക്. യശോദ പ്രസവിച്ച പ്രഭാതത്തിൽ തന്നെ നന്ദന്റെ വാക്കനുസരിച്ച് ഗർഗാചാര്യനെ വിളിച്ചു കൊണ്ടുപോകാൻ ദൂതൻ പോയി. ഗർഗൻ പിന്നെ കുലഗുരു എന്നിവരെ. അവർ ഗർഗന്റെ ഭവനത്തിൽ വിവരം പറഞ്ഞു. എല്ലാം അറിയുന്ന ആചാര്യൻ ശിഷ്യന്മാരോട് തമ്പാടിയിലേക്ക് എഴുന്നള്ളി. യമുനയിൽ കുളിച്ചു, പരമ്പുരുഷനെ ധ്യാനിച്ചു. ആചാര്യൻ അമ്പാടിയിലേക്ക് കടന്നു. അമ്പാടിയിൽ ഓരോ മണൽത്തരിയും കോരിത്തരിക്കുന്നതായി ഗർഗന് തോന്നി. പൂക്കൾ പുണ്യപുരുഷന് തുതിപാടുന്നതായും അദ്ദേഹം മനസ്സിലാക്കി. സാത്വികാനന്ദത്തോടെ തിടുക്കത്തിൽ ഗർഗാചാര്യൻ അമ്പാടിയിൽ നന്ദഗോപന്റെ ഭവനത്തിലേക്ക് എത്തി. ആചാര്യനെ കണ്ട് ജനം ഒട്ടൊഴിഞ്ഞു നിന്നു. ആചാര്യൻ വന്നപ്പോൾ ഒരു ഉത്സവം പോലെയാണ് ജനങ്ങൾക്ക് തോന്നിയത്. ആചാര്യൻ അറയിലെത്തി. യശോദയുടെ കരപുടത്തിൽ കായാമ്പൂ പോലെ ശോഭിക്കുന്ന ശ്യാമളനെ കണ്ടപ്പോൾ ആചാര്യന്റെ കണ്ണുകൾ ആനന്ദബാഷ്പത്താൽ പൂർണ്ണമായി. കണ്ണിങ്ങനെ നിറഞ്ഞു. ആർക്ക്? സന്തോഷക്കണ്ണീര് ആചാര്യന്. മഹിയിൽ മഹിമ പെറുന്നൊരു ദർശനം. ഇത്ര നല്ലൊരു ദർശനം ഗർഗാചാര്യൻ ഇനി മുമ്പേ അനുഭവിച്ചില്ല. ആചാര്യൻ ഭൂമി വിധി അനുസരിച്ച് കുഞ്ഞിൻ്റെ നെറുകയിൽ തൊട്ടു. ആലക്തിക പ്രകാശം പോലൊരു തേജസ് കുഞ്ഞിൽ പ്രസരിക്കുന്നതായി ആചാര്യൻ അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആജ്ഞയനുസരിച്ച് പ്രത്യേകം തയ്യാർ ചെയ്ത പാത്രത്തിൽ ഒരുക്കിയ ചോറ് കുഞ്ഞിൻ്റെ നാക്കിൽ തൊട്ടു. ചോറ് കൊടുക്കാനായാ? ഭൂമിക്ക് ഉപ്പാവാൻ ഭഗവാൻ തയ്യാറായി. 6 മാസാമ്പല് ചോറ് കൊടുക്കേണ്ടത്. ഈശ്വര, എന്താ കഥ! ഗർഗൻ പറഞ്ഞു, ഘനശ്യാമളനാണ്. ഇവന്റെ നാമം കൃഷ്ണൻ എന്നാവുന്നതാണ് ഭംഗി. രൂപഭംഗിയിലും സൗന്ദര്യത്തികവിലും ഈ കുഞ്ഞ് പൂർണ്ണനാണ്. ഭൂമി മുതൽ എല്ലാ ലോകങ്ങളിലും ഇവൻ പ്രശസ്തനാണ്. ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠതയാണിവൻ. പൂവിൽ സുഗന്ധമാണിവൻ. തേനിൽ മധുരവും ആനന്ദത്തിൽ സാത്വികതയും ഭൗമതയിൽ അഭൗമികതയും ഇവൻ തന്നെ. പരിണാമത്തിൻ്റെ ഗതിയും ആകാശത്തിൻ്റെ വിധാനവും നിറങ്ങളുടെ സ്ഥായിയും ശബ്ദത്തിലെ പൊരുളും വചനത്തിലെ ഓങ്കാരവും ഒക്കെ ഇവൻ തന്നെ. ഇവനല്ലാതെ വേറൊന്നില്ല. അനിമേഷിയും പരമേഷ്ടിയും സുപ്രസന്നനും ഇവൻ തന്നെ. കാരണവും കാര്യവും ദ്വൈതവും അദ്വൈതവും ഇവൻ തന്നെ. ഗോലോകത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ പരിത്രാണനമാണ് കൃഷ്ണന്റെ ലക്ഷ്യം. മയിൽപ്പീലി ചൂടി നീലാളകങ്ങളോടെ പീതകൗശേധാമനായി വിലസുന്ന ബാലഗോപാല രൂപം ഉള്ളിൽ വിളങ്ങുന്നതായി സ്തുത്യർഹം. ഇവൻ നമ്മുടെ രക്ഷകൻ തന്നെ എന്ന് ഗർഗാചാര്യന് തോന്നിയെന്നർത്ഥം. ഗർഗന്റെ വാക്കുകൾ ഗോപാലർക്ക് മന്ത്രങ്ങളായേ തോന്നിയുള്ളൂ. എന്തോ മന്ത്രം ജപിക്കുന്ന പാവങ്ങൾ വിചാരിച്ചിന്. അവർ വിശേഷ വിദ്യയായി ഒന്നും ധരിച്ചതുമില്ല. നന്ദന്റെ മനസ്സ് പുതുമഴയിൽ ഭൂമി കുളിർക്കും പോലെ തണുത്തു. അദ്ദേഹം ആചാര്യപാദങ്ങളെ പ്രണമിച്ചു. അത് നന്ദഗോപര്. ആചാര്യരെ, ഞാൻ ധന്യനായി. ഗോപാലനായി ഞാൻ ഇത്രയും ഭാഗ്യവാനാണെന്ന് ഓർത്തിരുന്നതേയില്ല. ഗർഗൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദഗോപരെ, ഭാഗ്യം അമൂർത്തമാണ്. തികഞ്ഞ ഭക്തനാണ് നിങ്ങൾ. ദൈവം തന്നെ ശിശുവായെന്ന് കരുതിയാൽ മതി. ഗർഗാചാര്യന്റെ വാക്കുകൾ നന്ദഗോപൻ അക്ഷരം പ്രതി ഉൾക്കൊണ്ടു. കാലത്തിന്റെ ഗർഭത്തിൽ വളർച്ച മുറ്റുന്ന യാഥാർത്ഥ്യങ്ങൾ പാവം നന്ദഗോപനുണ്ടോ അറിയുന്നു, അല്ലെ ഗോപാലരുണ്ടോ അറിയുന്നു? ആരും ഇതൊന്നും അറിയുന്നതേയില്ല. ഇനിയിപ്പോൾ ഒരു ശ്ലോകം കൊണ്ടും കൂടി തുതിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. ജഗത്പദേസ്തേ കില നാമവൈഭവാത് ചതുർഭുജാസ്താവക പാർഷദോത്തമാഃ ചക്രശംഖ സഹസാപതൻ പുരോ രസൽ സുവർണാംബര ചാരുഭൂഷണാഃ. അങ്ങനെ ഭഗവാൻ സ്തുതിച്ചുകൊണ്ട് എല്ലാ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദപത്മങ്ങൾ സമർപ്പിച്ചും കൊണ്ട് നമുക്ക് കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണ നാരായണ നാരായണ.